ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് പുറത്ത് പോയി റിലാക്സ് ആയ ശേഷം പിന്നെ കിച്ചണിലേക്കെല്ലാം കയറാമെന്ന് കരുതി അങ്ങനെ മുറ്റത്ത് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 മണിയായി കാണും. അപ്പോൾ ഇതാ പുറത്ത് നല്ലൊരു മഞ്ഞുണ്ട്. ഇപ്പം ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും തന്നെയല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഇതാ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ രാവിലെ നല്ലൊരു പാങ്ങുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ അവിടെ നോക്കി നിന്ന് പിന്നെ കിച്ചണിലേക്ക് തന്നെ പോകണം. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നതും അതിൻ്റെ എല്ലാം തിരക്കും കൂടി ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ടല്ലേ ഞങ്ങൾ വീഡിയോ ആയിട്ട് അത് കുറച്ച് പ്രശ്നം ഉണ്ടായിന്. എന്താ വെച്ചാൽ ഉമ്മാക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഉമ്മാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോ എല്ലാം ഇട്ടിട്ട്. പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ചെറിയ ശ്വാസം മുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പം അങ്ങനെ ഞാൻ പുറത്തുനിന്ന് കുറച്ച് നേരം ഇരുന്ന ശേഷം പിന്നെ ഇതാ കിച്ചണിലേക്ക് തന്നെ കയറി. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ച് പിന്നെ അതോടൊപ്പം ചോറിനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് തന്നെ വെക്കുന്ന സമയത്ത് ചോറിനും കൂടി വെച്ചാൽ അത് അവിടെ ആയിക്കോളും. അങ്ങനെ ചോറ് തിളക്കുന്ന സമയം കൊണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പണി തുടങ്ങണം. കാരണം ഇങ്ങനെ ചോറ് തിളക്കുന്ന നോക്കി നിൽക്കുന്നതിന് പകരം എന്താണോ ജോലി ചെയ്യാനുള്ളത് അത് ചെയ്ത് തീർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇടാനും പോയി. അപ്പം ബാക്കിയുള്ള ജോലിയെല്ലാം കഴിയുമ്പോഴേക്കും ഇത് ഇവിടെ റെഡി ആയിക്കോളും. അതുപോലെ തന്നെ ഇതാ ചോറ് തിളച്ചിട്ടാകുമ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പ്ലാനുള്ളത്. ചിക്കൻ കറി ഉണ്ടാക്കിയാൽ രാവിലെ ഉണ്ടാക്കിയാൽ പിന്നെ ഉച്ചത്തേക്കും അത് മതി. അപ്പോൾ ഞാൻ ഓരോന്ന് ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ജോലി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റുന്ന പോലെ മറ്റു ജോലിയും എടുത്തെങ്കിൽ നമ്മൾ ജോലി പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാനങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അങ്ങനെ ഇതാ ദോശയെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് എന്തെങ്കിലും വറവ് ഉണ്ടാക്കണം. അപ്പോൾ അതാ മത്തങ്ങയുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അതൊന്ന് ചരങ്ങ ഒന്ന് വറവാക്കണം. അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇടണം. അപ്പം ഞാൻ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ.
അങ്ങനെ ചിരങ്ങെല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ സാധനങ്ങളും എല്ലാം ഞാൻ കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കുക്കർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉച്ചത്തേക്കുള്ള ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ കറി തിളക്കുന്ന സമയം കൊണ്ട് അത് നോക്കി നിൽക്കാണ്ട് നമുക്ക് എന്താണ് ജോലി ചെയ്യാനുള്ളത് അതിൻ്റെ ഇടയിൽ അതും കൂടി ചെയ്താൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, പെട്ടെന്ന് ജോലി കഴിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമ്മൾ ആദ്യം തുടങ്ങുന്നത് കിച്ചൺ ജോലിയാണെങ്കിൽ മുഴുവനായിട്ടും കിച്ചൺ ജോലി കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ക്ലീനിങ് പരിപാടിക്ക് കടക്കാവും. ഇല്ലെങ്കിൽ അതും ഇതാകുമ്പോൾ നമുക്ക് ആകെ ജോലി കഴിയാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ സാധനമെല്ലാം കട്ട് ചെയ്ത ശേഷം പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം ഈ ചിക്കൻ കറി തന്നെ ഉച്ചത്തേക്ക് മതി. അപ്പോൾ ഉച്ചത്തേക്ക് വറവും അതുപോലെ തന്നെ ഈ ചിക്കൻ കറിയും മതി. അപ്പം ഇന്നത്തെ ജോലി നമുക്ക് അടുക്കള ജോലി ഈ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയ ശേഷം അതോടൊപ്പം നമ്മൾ കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകിയാൽ തന്നെ കിച്ചണിലത്തെ ജോലി ഏകദേശം കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഇട്ട് കൊടുത്ത് അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഉച്ചത്തേക്കുള്ള ചിക്കൻ കറിയെല്ലാം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രമെല്ലാം കഴുകി ഒന്ന് കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ചോറ് ഇന്ന് വേവില്ലാത്ത അരിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി വാർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഹോളും റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് അടിച്ചു വരുന്നുണ്ട്.
അങ്ങനെ എല്ലായിടവും കിച്ചണും ഹോളും കാര്യങ്ങളെല്ലാം ഒന്ന് അടിച്ച ശേഷം പിന്നെ ഞാൻ കിച്ചണൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഡെയിലി കിച്ചൺ തുടക്കും. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ എവിടെ തുടച്ചില്ലെങ്കിലും ഞാൻ കിച്ചണ് നിർബന്ധമായിട്ടും ഡെയിലി തുടക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കിച്ചണും കൂടി ക്ലീൻ ആക്കിയാൽ തന്നെ ഇന്നത്തെ ജോലി ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടില്ല തുണി. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കല്ല, സെമി ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളെ കണ്ണും കൂടി വേണമല്ല. അപ്പം അതും കൂടി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി. അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്ന് തുണിയെല്ലാം ഒന്ന് വിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. അപ്പോൾ എല്ലാ ജോലിയും കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇതേപോലെ രാവിലെ തന്നെ നമ്മൾ എണീച്ചപ്പാടന്നെ ഡ്രസ്സെല്ലാം ഇങ്ങനെ അലക്കാനിട്ടാൽ തന്നെ നമ്മളെ ജോലിയെല്ലാം എളുപ്പമായിരിക്കും.